ദിവസവും നമുക്ക് കിട്ടുന്നത് 1.5 GB അല്ലെങ്കിൽ 2 GB ഡാറ്റ. വേഗം അങ്ങ് തീർന്നു പോവുക. കുറച്ച് നേരം യൂട്യൂബ് കാണുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കോ എന്തെങ്കിലും കാണുമ്പോഴേക്ക് വാട്സപ്പ് ചാറ്റ് ചെയ്താൽ പെട്ടെന്ന് തീരുകയില്ല, എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്താലാ തീരും. ഈ മീഡിയ എന്നൊക്കെ വീഡിയോ ഒക്കെ കാണുന്നേരം പെട്ടെന്ന് അങ്ങ് തീർന്നു പോവുക. എന്നാലും നമുക്ക് മാക്സിമം കൂടുതൽ സമയം നെറ്റ് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ, അതിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. എന്നാലും ആൾക്കാർക്ക് ചിലർക്ക് മനസ്സിലാവുകയില്ല, ആ പ്രശ്നമായിട്ട് പരിഹരിക്കപ്പെടുകയില്ല. മുമ്പ് പറഞ്ഞ കാര്യമായിരിക്കും, എന്നാലും ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. തീരാണ്ടിക്കുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. അതിന് നിങ്ങൾ നിങ്ങളെ ഫോണിൻ്റെ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സ് പോയിട്ട് ആദ്യം ഇതിൽ ഡാറ്റ യൂസേജ് എടുക്കുക. ചില ഫോണിൽ നെറ്റ്വർക്ക് മാനേജ്മെൻറ്റ് തന്നെ ഉണ്ടാവും, ചില ഫോണിൽ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ളിടത്തിൽ ഡാറ്റ യൂസേജ് ഉണ്ടാവും. ഇതിൽ ഡാറ്റ യൂസേജ് ഉണ്ട്, അതെടുത്ത് ഇതിൽ കാണുന്നത് നെറ്റ്വർക്ക് ആക്സസ് എന്നാണ്. ചില ഫോണിൽ നെറ്റ്വർക്ക് മാനേജ്മെൻ്റ് ഉണ്ടാകുക. ഞാൻ നേരത്തെ പറഞ്ഞതിലോട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിലെ ഓരോ ആപ്ലിക്കേഷനും നെറ്റ് ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടോ എന്ന് ഇതിന്ന് തീരുമാനിക്കാം. ഇതിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും, പലതും നിങ്ങൾ ഉപയോഗിക്കാത്തായിരിക്കും, പക്ഷേ അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ നെറ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ്റെ ഒക്കെ നെറ്റ് ഇതിൽ നിന്ന് അങ്ങ് ഓഫാക്കി കളയാം. ഇതിൽ 2-3 ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ ഡാറ്റ, വൈഫൈ, റോമിങ് ഡാറ്റ പോട്ടാൽ നമുക്ക് വേണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ വൈഫൈയും നെറ്റ്വർക്കും മാറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് എടുത്തിട്ട് അതിൽ വൈഫൈ മാത്രമാക്കി വെക്കുക, മൊബൈൽ ഡാറ്റ അങ്ങ് ഓഫാക്കി കളയുക. അപ്പോൾ എന്ത് ചെയ്യൂ, നമ്മളെ യൂട്യൂബ് ഉപയോഗിക്കുന്ന സമയത്ത് വൈഫൈ നെറ്റ് മാത്രമാണ് ഉപയോഗിക്കപ്പെടൂ, മൊബൈൽ ഡാറ്റ ഉപയോഗിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ്റെ ഒക്കെ നെറ്റ് ജസ്റ്റ് ആ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കിയാൽ മതി. ചില ഫോണിൽ ഓപ്ഷൻ വ്യത്യാസം ഉണ്ടാവും, അത് ഓഫാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ഓഫാക്കാനുള്ള ഓപ്ഷൻ എടുത്തിട്ട് ആ നെറ്റ് അങ്ങ് ഓഫാക്കി കളഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ നെറ്റ് അതിലേക്ക് പ്രത്യേകമായിട്ട് ആക്കേണ്ടി വരും. പിന്നെ ഇതിനുള്ള വേറൊരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബാക്കി എല്ലാ ഭാഗത്തും നെറ്റ് ഉപയോഗിക്കണം, പക്ഷേ വാട്സപ്പിൽ നെറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ടാവും. ഈ വാട്സപ്പിൽ ഡബിൾ ടിക്ക് വരുമല്ലോ മെസ്സേജ് വന്നാൽ, അത് നെറ്റ് ഓണാകുന്നുണ്ടെങ്കിലല്ലേ ഡബിൾ ടിക്ക് വരും. ഇത് നെറ്റ് അങ്ങ് ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് അല്ലാത്ത എല്ലാ കാര്യത്തിലേക്കും നെറ്റ് കിട്ടും. യൂട്യൂബോ ഫേസ്ബുക്കോ എവിടെ നിന്ന് നിങ്ങൾക്ക് വീഡിയോ കാണോ, മറ്റു മീഡിയ ചാറ്റ് ചെയ്യോ, എന്ത് വേണേൽ ചെയ്യുക. പക്ഷേ വാട്സപ്പിലേക്ക് മെസ്സേജ് വരികയില്ല, കോള് വരികയില്ല, അങ്ങോട്ടും പോവുകയില്ല, അതിലേക്കുള്ള നെറ്റ് കണക്ഷൻ ഉണ്ടാവുകയില്ല. അത് വാട്സപ്പിൻ്റെ മാത്രം അങ്ങ് ഓഫാക്കി കളഞ്ഞാൽ മതി. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടോ അതിൻ്റെ ഒക്കെ നെറ്റ് ഇവിടുന്ന് അങ്ങ് ഓഫാക്കി കളയുക, ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അത് നെറ്റ് ഉപയോഗിക്കപ്പെടില്ല. ഇനി വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോണിൽ ആപ്സ് എന്നുള്ള ഭാഗം എടുക്കുക, മാനേജ് ആപ്സ് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉണ്ടാവും. ഡാറ്റ യൂസേജ് എടുത്താൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ അങ്ങ് ഓഫാക്കി കഴിഞ്ഞാൽ മതി. ഇവിടുന്ന് അങ്ങ് ഓഫാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഡബിൾ ടൈം നിങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാനാവും, കൂടുതൽ സമയം ഉപയോഗിക്കാനാവും, പെട്ടെന്ന് തീരുകയില്ല. സംഭവം തിരിഞ്ഞിക്കോ, തിരിഞ്ഞൊലിക്ക് തിരിയും, അല്ലാത്തൊരു നഷ്ടം തിരിയും. നെറ്റ് പെട്ടെന്ന് തീരുന്നുള്ള പരാതിയുള്ള ആൾക്കാർ ഈ സെറ്റിങ്സ് ചെയ്തതിന് ശേഷം ഉപയോഗിച്ചിട്ട് ഒന്ന് അഭിപ്രായം അറിയിക്കുക കേട്ടോ. നിങ്ങൾക്കിത് ഉപകാരമാണെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്ക്, ഉപകാരമില്ലെങ്കിൽ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. അതൊക്കെ നമുക്കൊരു ബൂസ്റ്റാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മാപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.